എന്താണോ പറയുന്നത് അത് ഞാൻ കേൾക്കാൻ തന്നു. എനിക്ക് എന്താണോ പറയാനുള്ളത് പുള്ളി കേൾക്കാൻ തന്നു. കുറെ മാസങ്ങൾ സംസാരിച്ച് വന്നാണ് ലാസ്റ്റ് ഇപ്പൊ ഒരുവിധം ഈ പാവപ്പെട്ടവരുടെ വീട്ടിൽ മാതാപിതാക്കൾ ഉണ്ടാവുമ്പോഴേ മെഡിക്കൽ കോളേജിലായാലും കൊണ്ടുപോയി നോക്കും, ഓപ്പറേഷൻ കഴിക്കും, ഒരു വീട്ടിൽ കൊണ്ടുവന്ന് സന്തോഷമായിട്ട് നോക്കും. നമ്മൾ ഈ പണക്കാരുടെ വീട്ടിലിപ്പോൾ ഈ സിന്ധുകൃഷ്ണയുടെ പാരൻസൊക്കെ ശരിക്കും പറഞ്ഞാൽ നടുങ്ങിപ്പോയില്ല ആ ദൃശ്യങ്ങൾ കണ്ടിട്ടേ. ഒരു അരക്ഷിതമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ അച്ഛനും അമ്മയും ഒരു വീട്ടിലിട്ടിട്ട് മകളെ CCTV പിടിക്കുന്നു. അതിൻ്റെ ഫുട്ടേജ് അമ്മയെ ഒരു കുറ്റവാളിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്, അത് അവരുടെ വല്യമ്മയുടെ മോളോ അമ്മായിയുടെ മോളോ ആരും എല്ലാം ആലോചിക്കണം, ഏതൊക്കെയോ ആളുകൾ അവർക്ക് പോലും അറിയില്ല, അവർക്കൊക്കെ അയച്ചു കൊടുക്കുകയാണ് എൻ്റെ അമ്മ അച്ഛൻ ഇതേ ചെയ്യുന്നത് കണ്ടോ. അതപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു, അത് വൈറലാവണം തന്നെയാണ്. എന്തായാലും ഇതിൽ നിന്നൊക്കെ ആ അമ്മൂമ്മയെ രക്ഷിക്കാൻ വന്ന പേരക്കുട്ടിയായിട്ടാണ് തൻവിയുടെ പ്രധാന ആകർഷണം അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അമ്മൂമ്മയാണ്, സെക്കൻഡ് പ്രയോറിറ്റി മാത്രമാണ് അവരുടെ മകൻ്റെ ചികിത്സ എന്നൊക്കെ പറഞ്ഞ് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി അമ്മൂമ്മയല്ല, മകൻ്റെ ചികിത്സയല്ല, അവരുടെ പ്രയോറിറ്റി പൈസ തന്നെയാണ്. ഈ തൻവി സുധീറിൻ്റെ പേരിലാണ് ആ വീടും പറമ്പും പ്ലസ് മദ്രാസിൽ ആ അപ്പൂപ്പനുണ്ടായിരുന്ന സ്ഥലം വിറ്റൊരു 30 or 35 lakhs FD അമ്മമ്മയുടെ പേരിലിട്ടിട്ടുള്ളതിൻ്റെ നോമിനിയും തൻവിയാണ്. അപ്പോൾ അതുവരെ ആ അപ്പൂപ്പന് കിട്ടിയ ചികിത്സയൊക്കെ ഇത് എങ്ങാനും ഞങ്ങൾക്ക് കിട്ടിയാലോ എന്നുള്ള ആ മകളുടെ സ്വാർത്ഥതയുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ 2 പെൺമക്കളുടെ സ്വാർത്ഥതയുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഇതൊക്കെ തൻവി സുധീറിനാണ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മൂമ്മയെ നോക്കുന്നതിൻ്റെ കടമയെ പറ്റി ഒരു ബോധ്യം അല്ലെങ്കിൽ ബോധം പെട്ടെന്ന് വരുന്നത്. അതിനു മുമ്പേ അപ്പൂപ്പൻ അവരോട് ഇതേപോലെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവർ ഹോസ്പിറ്റലിൽ അപ്പൂപ്പന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവരുടെ ചുറ്റും മറ്റ് 2 പെൺമക്കളും അവരുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇല്ല എന്നുള്ളൊരു അറിവിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കണം വന്ന് അവർ വരാതിരുന്നത്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ഇവർ ഈ അമ്മൂമ്മയെ വന്നു. ഇനി ഈ തൻവിയുടെ നേച്ചറിനെ പറ്റി അവർ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ ഡിവോഴ്സ് വേണോ വേണ്ടേ എന്നുള്ള ആ ഒരു കാലഘട്ടത്തിൽ അവർ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൽ അവർ പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും അധികം എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എനിക്ക് തന്നെയാണെന്ന് അവർ പറയുന്നത്. നമുക്കത് കണ്ടു. പുള്ളി എന്താണോ പറയുന്നത് അത് ഞാൻ കേൾക്കാൻ തന്നു. എനിക്ക് എന്താണോ പറയാനുള്ളത് പുള്ളി കേൾക്കാൻ തന്നു. കുറെ മാസങ്ങൾ സംസാരിച്ച് വന്നാണ് ലാസ്റ്റ് ഇപ്പൊ ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും സംസാരിച്ച് സഹായിച്ചു പോയത്. ആദ്യം പാരന്റിങ്ങിന്റെ കാര്യങ്ങളാണ് നോക്കിയത്. പക്ഷെ ഇപ്പൊ ഡിവോഴ്സ് നമ്മൾ ചെയ്യുമോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഡിവോഴ്സ് എന്തായാലും നമ്മൾ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ബട്ട് എനിക്കറിയാം എന്റെ കുറെ വിശ്വാസം ഇങ്ങനെ ബാഡ് ഡിസിഷൻ ആയിരിക്കും എന്ന് പറയാൻ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇപ്പൊ എന്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം വർക്ക്ഔട്ട് ആവത്തില്ല എങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ ആർക്കും വേണ്ടി നിൽക്കത്തില്ല, എനിക്ക് വേണ്ടി മാത്രമേ ഞാൻ നിൽക്കത്തുള്ളൂ. അപ്പോ ഈ വീഡിയോയിൽ തൻവി പറയുന്നത് തൻവിയുടെ പ്രകൃതത്തെ പറ്റി തന്നെയാണ്. എന്തൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി അവർ സെൽഫ് പ്രയോറിറ്റി കൊടുക്കുന്നത് സ്വന്തം ആയിട്ട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ മറ്റുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കും. ഇനി ദാമ്പത്യത്തിൽ അവർ തമ്മിലുണ്ടായ അടിയും വഴക്കും പ്രശ്നങ്ങളും അവർ വെവ്വേറെ ധ്രുവങ്ങളിലേക്ക് പോയി മകൻ ജനിച്ച് മകൻ്റെ ചെറിയൊരു മെഡിക്കൽ കേസ് വരുമ്പോഴും അതിനെ ചൊല്ലിയും ഭാര്യയും ഭർത്താവും അടിച്ചു പിരിഞ്ഞ് പിന്നെ കോർട്ടിൽ വീണ്ടും ഒരു മീഡിയേഷന് വേണ്ടിയിട്ട് കോർട്ടിൽ അത് വരുമ്പോഴാണ് അവർ പിന്നെയും പരസ്പരം ഫോൺ വിളി തുടങ്ങുന്നതും കോണ്ടാക്ട് ചെയ്യുന്നതും അങ്ങനെ അവർ ദാമ്പത്യ ബന്ധം വീണ്ടും രണ്ടാമതൊരു കുഞ്ഞ് ജനിക്കുന്നതൊക്കെ. എന്തായാലും ഈ ഭർത്താവ് ഭാര്യ എന്ന് പറയുന്ന ആ ഒരു ക്ലോസ് റിലേഷൻ അവരുടെ ഇടയിൽ സത്യം പറഞ്ഞാൽ ഇനിയും രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അവരൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, അതായത് എൻ്റെ അമ്മൂമ്മയുടെ കാര്യങ്ങൾ, ഈവൻ അവരുടെ നഖം വെട്ടൽ, അവരുടെ ഡ്രസ്സ് തയ്പ്പിക്കാൻ കൊടുക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാരമില്ല എൻ്റെ അമ്മൂമ്മയ്ക്ക് ഞാൻ ചെയ്തു കൊടുക്കണതില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തികച്ചും ഫോർമലാണ്. ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദറിന് എൻ്റെ ഭർത്താവ് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭർത്താവിന് അത് പ്രത്യേകിച്ച് നമ്മൾ പ്രശംസിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടായോ എന്ന് ചിന്തിക്കുക വേണ്ട. പരസ്പരമുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത ഇത്തരം ഫോർമലായിട്ടുള്ള ഒരു ഡയലോഗിൽ നിന്ന് തന്നെ നമുക്കത് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. എന്തായാലും ഇവരെ ഓൾറെഡി പിരിഞ്ഞു പോയി, പിന്നെ രണ്ടാമത് വന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഫോർമലാണ്. യോജിയെ പറ്റിയിട്ട് ഇവർക്ക് ഒരുപാട് കൺസേൺ ഉണ്ടെങ്കിലും യോജിക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ തൻ്റെ കൂടെയുള്ള താമസം എന്ന് അവർ വീണ്ടും വീണ്ടും റീക്യാപ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈവൻ 2 കുട്ടികളായിട്ട് പോലും അത് അയാളുടെ ഡ്യൂട്ടിയാണ്. യോജിക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. ആഫ്റ്റർ ഓൾ അത് അയാളുടെ ഡ്യൂട്ടിയാണ് അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ബുദ്ധിമുട്ടുക എന്നുള്ളത്. എന്തായാലും ഇതിനെ പറ്റിയിട്ട് അവരൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, നമുക്കൊന്ന് കാലിന് നഖവും കയ്യിൻ്റെ നഖവും ഒക്കെ വെട്ടി. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് മോനെയും കൊണ്ട്
അമ്മൂമ്മയുടെ ഡ്രസ്സ്, ഈ പരിപാടിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പോയി, പിന്നെ അമ്മൂമ്മയ്ക്ക് മരുന്നെടുക്കാൻ പോയി, പിന്നെ അമ്മൂമ്മയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും മേടിക്കും. നമ്മള് ഈ വീട്ടിൽ ചെയ്യാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് മാത്രമേ മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മൂമ്മയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പോയി. പിന്നെ അതിനുശേഷം ഇവിടെ അമ്മൂമ്മയ്ക്ക് ചിക്കൻ അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പൊ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഫിഷ് മേടിക്കാൻ പോയി. എന്തൊക്കെയോ മീൻ ഏതൊക്കെയാ ചോദിക്കുന്നത് എനിക്കറിയത്തില്ല. ഫിഷ് മേടിക്കാൻ പോയി. അമ്മൂമ്മയുടെ വേറെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടാണ് വീട്ടിൽ യോജി എത്തുന്നത്. അപ്പോൾ എൻ്റെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ യോജി പറയുന്ന യോജിയുടെ അമ്മച്ചിയാണ് യോജിനെ വളർത്തിയത്. സോ യോജി എൻ്റെ അമ്മച്ചിക്ക് ഞാൻ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നു. എൻ്റെ ആഗ്രഹമല്ലാണ്ട് വന്ന അമ്മൂമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ അന്ന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വന്നത്. അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. ബട്ട് പുള്ളി ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുന്നത് തരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ. ഇനി ചില ഏച്ചുകൂട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറയുന്ന പോലെ സത്യം പറഞ്ഞാൽ തൻവിക്ക് അമ്മൂമ്മ നല്ലൊരു ബാധ്യത തന്നെയാണ്. ഈവൻ എന്തൊക്കെ സ്വത്തുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞാലും വയസ്സായപ്പോൾ ഇത് ഒരു പേരമകളുടെ അടുത്തേക്ക് മാത്രം ചുരുങ്ങിപ്പോയി. അവർ പ്രസവിച്ച 2 പെൺകുട്ടികളുടെ അടുത്തുനിന്ന് അവർ മാനസികമായും ശാരീരികമായിട്ട് അകന്ന് ഈ പേരക്കുട്ടിയിലേക്ക് മാത്രം ചുരുങ്ങി പോകുമ്പോൾ പേരക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാതെ തന്നെ ചെറിയൊരു കുഞ്ഞുണ്ട്, അതിൻ്റെ മൂത്തൊരു കുഞ്ഞുണ്ട്, ഹസ്ബൻഡിനെ സന്തോഷിപ്പിക്കണം, വീട്ടിൽ ഒരു ജോലിക്കാരി ഉണ്ടെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. ഈവൻ ഇപ്പോൾ കാറ് ചെറുതാണ്, അപ്പോൾ അവർ പറയുന്നുണ്ട് കാറിൽ ഞങ്ങൾ 5 പേരും കൊള്ളുന്നില്ല. അപ്പോൾ അമ്മൂമ്മയെ ഇനി എല്ലായിടത്തും കൊണ്ടുപോകേണ്ടതും എക്സിബിറ്റ് ചെയ്യേണ്ടതും അതല്ലെങ്കിൽ അമ്മൂമ്മയെ ഇവരുടെ വീട്ടിലുണ്ടാവുന്ന പ്രോഗ്രാമിന് നന്നായി പ്രദർശിപ്പിക്കേണ്ടതൊക്കെ ശരിക്കും പറഞ്ഞത് ഒരു ആവശ്യമായി തീർന്നു ഇവരുടെ. കാരണം മക്കളൊക്കെ പുറകെ ഇനി പുറത്ത് നിന്ന് നോക്കുകയുള്ളൂ. നോക്കട്ടെ എങ്ങനെയുണ്ട്, പേരക്കുട്ടി നോക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ അവരുടെ മുമ്പിലെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് അമ്മൂമ്മയെ പ്രസൻറ്റ് ചെയ്യുക, അമ്മൂമ്മയെ വീട്ടിലെ ആളുകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കുക. അതിന് അവരുടെ കൊച്ചു കുഞ്ഞ്, അതായത് 5 വയസ്സുകാരനായിട്ടുള്ള ആ മകൻ അമ്മൂമ്മയെ ഡ്രസ്സിട്ട് മേലിങ്ങനെ കൊതുകടിക്കുമെന്ന് പറയുമ്പോൾ അവനത് ഉൾക്കൊള്ളാൻ പറ്റാതെ അവർ തമ്മിലുള്ള ചെറിയൊരു വഴക്കിനെ പറ്റിയൊക്കെ തൻവി പറയുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈവൻ ഈ തീരെ എക്സ്ട്രീമായിട്ട് വയസ്സായവരും തീരെ കുഞ്ഞുങ്ങളും ഒരേപോലെ തന്നെയാണ്. അവർ പല കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിക്കും. അപ്പോൾ അവരുടെ ഇടയിൽ കിടന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂ ബോൺ ബേബീനെ വെച്ച് തൻവി നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട്. തൻവിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തികം എന്നുള്ളത് വല്ലാത്തൊരു അട്രാക്ഷൻ ആണെങ്കിലും അതിൻ്റെ കൂടെ കിട്ടിയ ഗ്രാൻഡ്മ അല്ലെങ്കിൽ അമ്മൂമ്മ എന്ന് പറയുന്നത് തൻവിയുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇനി അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ചുമതല കൂടി തൻവിക്കായി. കാരണം ഇതൊക്കെ പുറത്തു നിന്ന് മാർക്കിടാനും ഇതിനെപ്പറ്റി വിമർശിക്കാനും അവരുടെ മക്കൾ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു കാര്യം കിട്ടാനാണ് അവർ കാത്തിരിക്കുന്നതെന്നറിയാം. അപ്പോൾ ഈവൻ ഇനി അമ്മൂമ്മ വലിയൊരു ബാധ്യതയാകുമ്പോൾ അത് ഭർത്താവിന് പോലും ബുദ്ധിമുട്ടാവുമെന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. എന്തൊക്കെയായാലും എളുപ്പമൊന്നുമല്ല. വയസ്സായവരെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അവർക്ക് മിണ്ടേ അസുഖങ്ങൾ വരും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, തിരിച്ചു കൊണ്ടുവരണം, അവരുടേതായിട്ടുള്ള ആഹാരശീലങ്ങളുണ്ടാവും, അത് കൊടുക്കണം, അവരുടേതായിട്ടുള്ള മരുന്നുകൾ നേരത്തിനെടുത്ത് കൊടുക്കണം, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ നമ്മൾ കുഴമ്പ് വരുത്തി കൊടുക്കണം. അപ്പോൾ ഒരു വയസ്സായ ഒരു സ്ത്രീ, പ്രത്യേകിച്ച് 2 മക്കൾ അവർ നന്നായി ജീവിച്ച് പോയിരുന്ന ഒരു സ്ത്രീയാണ്, ഭർത്താവ് നല്ല പൈസയുള്ള ആളാണ്. അപ്പോൾ ഇത് ഒരു വലിയൊരു ഉത്തരവാദിത്തം പോലെ തൻവി ഏറ്റെടുക്കുകയും അതിൻ്റെതായിട്ടുള്ള ചില ഇഷ്യൂസ് വീട്ടിലുണ്ടാവുന്നത് തൻവി പറയുന്നത് നമുക്കത് കേൾക്കാം. ഭയങ്കര വിഷമം. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ മുമ്പ് പ്രായമായതാ, നീ മനസ്സിലാക്ക്, എങ്ങനെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബഹളമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം കളിപ്പിക്കാനൊക്കെ കൊണ്ടുപോയത്. ഇനി കുറച്ചായിട്ട് അവ ഇപ്പൊ കുറച്ചും കൂടെ ബെറ്ററായി. എന്നാലും ഇപ്പൊ ഇന്ന് രാവിലെ ആണെങ്കിൽ അമ്മൂമ്മ പറയുന്നത് അവനൊന്നും ചൂടെടുത്തിട്ട് പോയി, അവന്റെ നിക്കറും ബോക്സസ് ഇട്ടുകൊണ്ടാണ് ഈ വീട്ടിൽ നടക്കുന്നത്. അവനോട് അമ്മൂമ്മയ്ക്ക് പേടി കൊതു വല്ലതും കടിക്കും, അവനോട് ഉടുപ്പിടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഉടുപ്പെടുക്കാൻ വല്ലതും പോയപ്പോഴത്തേക്കും അവനങ്ങ് ദേഷ്യമായി. അമ്മൂമ്മ പറഞ്ഞിട്ടാണ് എനിക്ക് ഉടുപ്പിടാൻ, എനിക്ക് ഉടുപ്പ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേന്നാ. രണ്ടുപേരും തമ്മിൽ ക്ലാഷ് ആണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരോട് എന്തോ പറയാന്, എങ്ങനെ പോയാലും എല്ലാം ഇതാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഓവർ സ്റ്റിമുലേറ്റഡ് ആണ് ചില സമയത്തൊക്കെ. കാരണം ഒരറ്റത്ത് മോക്ക് കരയുന്നു, അവക്ക് പാല് കൊടുക്കുന്നു, അവന്റെ കാര്യം നോക്കുന്നു, അമ്മൂമ്മയുടെ കാര്യം നോക്കുന്നു, ഞാൻ യോജി ഓരോ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. ഇതൊക്കെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ആണ്, ബട്ട് നമ്മൾ ചെയ്തല്ലേ പറ്റും. ഇനി ഇതിന്റെ ഇടയിലൊക്കെ വളരെ കുലീനമായിട്ടുള്ള മൗനം പാലിച്ച ഒരാളുണ്ട്, കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് നല്ലൊരു റോയൽ ഫാമിലിയിൽ ജനിച്ചു. വലിയ പൈസയൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ മിലിറ്ററി മാൻ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇദ്ദേഹം അയാളുടെ കരിയർ തുടങ്ങുന്നത് ദൂരദർശനിൽ വാർത്ത വായിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ പൊളിറ്റിക്കൽ കരിയർ അദ്ദേഹം ഇപ്പോൾ എനിക്ക് തോന്നുന്നു KFDCയുടെ എന്തോ വലിയൊരു ഉന്നത പദവി അലങ്കരിക്കുന്ന ആളാണ്. എന്തായാലും കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം
അദ്ദേഹം വൈഫിൻ്റെ ബന്ധുക്കളുമായിട്ട് തുടക്കത്തിലേ അകന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷേ പുത്തമ്പണക്കാരായിട്ടുള്ള ഈ വൈഫിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു അൺഇൻവോൾവ്ഡ് ഇൻലോ ആണ്. അതായത് ഒന്നിലും ഇടപെടാത്ത മരുമകൻ, വയസ്സായ പേരൻസ്, ഭാര്യയുടെ അനിയത്തിയുടെ മകള്, സ്വന്തം മകള്, ഇതൊക്കെ ഉൾപ്പെട്ട ഒരു യുദ്ധം സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോഴും അദ്ദേഹം വളരെ കുലീനമായിട്ട് അദ്ദേഹത്തിന് മൗനം പാലിക്കാനുണ്ടായത്. ഇതൊന്നും എന്നെ ബാധിക്കുന്ന സബ്ജക്റ്റേ അല്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അദ്ദേഹം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്ന ആളാണ്. പക്ഷേ ഇതിൽ അദ്ദേഹം പാലിച്ച ഒരു മിതത്വമുണ്ട്, വളരെ മിതത്വം. കാരണം ഇത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയോ ബാധിക്കുന്ന പ്രശ്നമല്ല, ഇത് ഭാര്യയുടെ പാരൻസാണ്. അപ്പോൾ അവർ തമ്മിൽ ആദ്യമേ ഒരു പുത്തരിയിൽ തന്നെ കല്ല് കടിച്ച പോലെയാണ്. അവരെ അത്രമാത്രം കൺസിഡർ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് മനസ്സില്ല. കാരണം ഇപ്പോൾ ഈ വീട് സിന്ധുകൃഷ്ണൻ ഉൾപ്പെടെ താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് കൃഷ്ണകുമാറിൻ്റെ വീടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർദ്ധക്യത്തിൽ ഈ അച്ഛനും അമ്മയും ഇവരുടെ വീട്ടിൽ തന്നെ കിടക്കേണ്ടി വന്നതും CCTV ഫുട്ടേജ് നോക്കി അവർക്ക് അവിടെ ഇരിക്കേണ്ടി വന്നതും. കാരണം ഇൻലോസുമായിട്ട് തുടക്കത്തിലെ അദ്ദേഹത്തിന് അഭിപ്രായ ഭിന്നത ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു അകൽച്ച അവരുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വഴക്കുകൾ, ഈ തൊഴുത്തി കുത്തലുകൾ, ഇവർ തമ്മിൽ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ കിടന്ന് ഇങ്ങനെ പബ്ലിക് മീഡിയയിൽ ഇതിങ്ങനെ വലിച്ചിടുമ്പോൾ അതിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ വഷളാവുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് കുലീനമായിട്ടുള്ളൊരു മൗനം പാലിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ. ഇനി അദ്ദേഹം മാത്രമല്ല, ആ വീട്ടിലെ ബാക്കിയുള്ള 3 പെൺകുട്ടികളും ഈ വഴക്കിനെ പറ്റിയോ അല്ലെങ്കിൽ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടോ, ഈ അമ്മയ്ക്കും മൂത്ത മകൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് അമ്മൂമ്മയ്ക്കെതിരെ വരുമോ, അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവർക്കെതിരെ വരികയോ, ഒന്നിലും അവരൊരു ന്യൂട്രൽ ആറ്റിറ്റ്യൂഡാണ് ആയിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള ഒരു സമീപനമാണ് ആ അച്ഛനും 3 പെൺകുട്ടികളും എടുക്കുന്നത്. അത് ആ അച്ഛൻ്റെ ഗൈഡൻസ് കൊണ്ട് തന്നെയാണ്. അച്ഛൻ മകൾക്ക് ആദ്യം വാണിംഗ് കൊടുത്തു, ഇങ്ങനെയുള്ള കുടുംബകാര്യങ്ങൾ വെറുതെ പബ്ലിക് മീഡിയയിലേക്ക് കൊണ്ടുപോകേണ്ടതെന്ന്. എന്നിട്ടും അമ്മയോടുള്ള ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. അമ്മയാകട്ടെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത് മൂത്ത മകളെ അനുകൂലിച്ച് സ്വന്തം ഇതാണ് എൻ്റെ അമ്മയുടെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞ് അവരെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ അച്ഛനെ തല്ലുന്നത്, അതങ്ങനെ വലിയ കാര്യമായിട്ട് തല്ലുന്നെങ്കിലും 3 മിനിറ്റ് നീണ്ടു നിന്ന വീഡിയോയിൽ ആ അമ്മൂമ്മ ചെരുപ്പെടുത്ത് ഓങ്ങുന്നതൊക്കെ നമുക്ക് കാണാം. അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇദ്ദേഹവും ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു ഡ്രസ്സ് കഴുകുന്ന സമയത്താണ് ഇദ്ദേഹം വരുമ്പോൾ അമ്മൂമ്മ ചെരുപ്പെടുത്ത് അകത്തി പോവാൻ പറയണത്. ഒരു പക്ഷേ ഈ ഓപ്പറേഷൻ്റെ സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇറങ്ങി നടക്കണത്, നിങ്ങൾ എന്നെ അദ്ദേഹം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിൽ നിന്ന് വേണ്ടാന്ന് പറഞ്ഞ് ഇവർ ചെരുപ്പെടുത്ത് പോവെന്ന് പറയുകയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെയായാലും അത്ര വലിയൊരു വഴക്കുകളൊന്നും അവരുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. ആ ഓപ്പറേഷൻ്റെ സമയത്തൊക്കെ ഓപ്പറേഷൻ അദ്ദേഹം പോകുമ്പോൾ അമ്മൂമ്മയൊക്കെ യാത്രയാക്കുന്നത് വളരെ വികാരഭരിതമായിട്ടാണ്. അപ്പോൾ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇവരുടെ ഇടയിൽ ഇൻവോൾവ് ചെയ്ത് ആകെ കുളമായൊരു കേസിൽ ഒരു അൺഇൻവോൾവ്ഡ് ഇൻലോ ആയിട്ടാണ് കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ നിലപാട് അറിയിക്കുന്നത്. എന്തായാലും വീട്ടുകാര്യങ്ങൾ പബ്ലിക് മീഡിയയിലേക്ക് വന്നാൽ അതെടുത്ത് അലക്കാനായിട്ട് ആളുകൾക്ക് യാതൊരു വക മടിയും ഉണ്ടാവില്ല. മാക്സിമം നമ്മളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പറയാതെ, അതും പ്രത്യേകിച്ച് ഒരു യൂട്യൂബിനെ ആശ്രയിക്കുന്ന ഒരു ഫാമിലി മീഡിയയിൽ അവർ എനിക്ക് തോന്നുന്നു ഒരു 2018-17 മുതൽ തന്നെ മീഡിയയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു മീഡിയയിൽ ഇതുകൊണ്ട് ഇടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.